ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതേപോലെ കുറച്ച് പഴുത്ത ചക്കച്ചോളം ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബജ്ജി ഉണ്ടാക്കിയാലോ. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇപ്പോൾ ഇഷ്ടംപോലെ ചക്ക കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചക്കക്കുരുവൊക്കെ ഒന്ന് എടുത്ത്, ഇപ്പോൾ വരിക്കച്ചക്കയുടെ തന്നെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചക്കക്കുരു എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ മാവൊന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കടലമാവ് എടുക്കുകയാണ്. ഏകദേശം ഒരു 200 ഗ്രാം അളവേ എടുത്തിട്ടുണ്ട്. ഇത് കാക്കിലോടെ പാക്കറ്റാണ്. ഞാൻ ഈ ബജിക്കകത്തേക്ക് ഇച്ചിരി ഇഞ്ചി പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു പച്ചമുളക്. ഇത് ഓപ്ഷനാണ്, താല്പര്യമുണ്ട് ചേർത്താൽ മതി. പക്ഷേ നല്ലതാണ് ഇച്ചിരി ചേർക്കുന്നത്. അപ്പോൾ ഇത് ഈ കടലമാവിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തിട്ട് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, കാര്യം ഇച്ചിരി കളറിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ഒരു നുള്ള് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം കായപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ, അത് നല്ലതാണ്. ഈ പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അയച്ചെടുക്കണം. നല്ലപോലെ മാവൊന്ന് അയച്ചെടുക്കണം. പിന്നെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടയുന്നതിനും വരെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അധിക സമയമൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതെങ്ങനെ റെഡിയാക്കുന്നു നോക്കാം. അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടിയോ കടായോ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. ഇത് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ അങ്ങോട്ട് തേണ്ട. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ 2 ഭാഗവും ഒന്ന് പൊരിച്ചെടുക്കണം. തീ ഒരു മീഡിയം രീതിയിൽ വെച്ച് കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ആദ്യമേ നമ്മൾ ഇതിട്ടപ്പോൾ കൊണ്ട് ഈ ഭാഗം ഒന്നും ഇതായത്, കാര്യം എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതൊരു മീഡിയം തീരെ ആകാവുള്ളൂ ചൂടായതിന് ശേഷം. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ റെഡി ആയതിന് ശേഷം കോരിക്കൂട്ടി. ഇനി ഇതേപോലെ തന്നെ ബാക്കിയോടെ നമുക്ക് ഈ മാവിനകത്ത് മുക്കി അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഈ ബജി കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഈ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ്. ഇതേപോലെ മുട്ട ബജി ഇരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് കോരിയൊക്കെ ഇട്ടിടും. എണ്ണയൊക്കെ അങ്ങോട്ട് നിർത്തി ഏതായാലും പഴത്തേക്കൊക്കെ നമ്മൾ ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം കഴിച്ചതിൻ്റെ ബാക്കി കാണുമല്ലോ. അപ്പോൾ ഒരു വർഷം 4 മണിക്ക് എന്തെങ്കിലും ഒരു പലഹാരം ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. ആ ചക്ക കളയണ്ട, അതേന്ന് ഒരു 5-6 എടുത്താൽ ഇതേപോലെ നല്ല അടിപൊളി ഒരു പലഹാരം നമുക്ക് 4 മണിക്ക് കഴിക്കാം. പിന്നെ നോയമ്പ് ഉറപ്പിലുകാർക്കും അവർക്കൊക്കെ പറ്റിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരം വേണമെങ്കിൽ പറയാം. അപ്പം ചെയ്ത് നോക്കാമെന്നല്ല കേട്ടോ. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്. അധികം കാശുകാരവും ഇല്ല, അധികം സാധനമൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഒരു ചക്ക ബജി ചെയ്ത് നോക്കാം.